ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം അദ്വൈത അനുഭൂതിയാണ്. അതിന് സഹായിക്കുന്ന 84 ചെറിയ പദ്യങ്ങൾ അടങ്ങുന്ന ഒരു ദിവ്യകൃതിയാണ് അദ്വൈത അനുഭൂതി. നമുക്ക് ഓരോ ശ്ലോകങ്ങളിലേക്കായി കടന്നു ചെല്ലാം. ഒന്നാം ശ്ലോകം. അഹമാനന്ദസത്യാദിലക്ഷണഃ കേവലഃ ശിവഃ സദാനന്ദാദിരൂപം യത്തേനാഹമചലോദ്വയഃ. അഹം ഞാൻ, ആനന്ദസത്യാദിലക്ഷണഃ ആനന്ദം, സത്യം തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയവനും, കേവലഃ ഏകനും, ശിവഃ മംഗളസ്വരൂപിയുമാണ്. യത് സദാ ആനന്ദാദിരൂപം ഏതൊന്നാണോ സദാ ആനന്ദാദിരൂപത്തോടു കൂടിയത്, തേന അഹം അത് ഞാനായതുകൊണ്ട്, അചലഃ അദ്വയഃ മാറ്റമില്ലാത്തവനും രണ്ടില്ലാത്തവനുമാണ് ഞാൻ. ആനന്ദം, സത്യം തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയവനും ഏകനും മംഗളസ്വരൂപിയുമാണ് ഞാൻ. ഏതൊന്നാണോ സദാ ആനന്ദാദിരൂപത്തോടു കൂടിയത് അത് ഞാനായതുകൊണ്ട് മാറ്റമില്ലാത്തവനും രണ്ടില്ലാത്തവനുമാണ് ഞാൻ. അഹമചലോദ്വയഃ ഞാൻ മാറ്റമില്ലാത്തവനും രണ്ടില്ലാത്തവനുമാണ്. എന്തുകൊണ്ട്? സദാ ആനന്ദാദിരൂപത്തോടു കൂടിയവനായതുകൊണ്ട്. ആനന്ദാദിരൂപങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദം, ബോധം, ഉന്മ എന്നിവയാണ് ആനന്ദാദിരൂപങ്ങൾ. ആനന്ദം പ്രസിദ്ധമാണല്ലോ. ശുദ്ധമായ ആനന്ദം അനുഭവിക്കുമ്പോൾ അതിൽ 2 ഘടകങ്ങൾ കൂടി തെളിയുന്നു. അവയാണ് ബോധവും ഉന്മയും. ആനന്ദ അനുഭവ തലത്തിൽ ഇവ മൂന്നും ഒരുമിച്ചു ചേർന്നല്ലാതെ അനുഭവം സാധ്യമല്ല. ആനന്ദം ബോധപൂർവം ഉള്ളതായി അനുഭവിക്കുന്നിടത്താണല്ലോ ആനന്ദാനുഭവം. അതുകൊണ്ട് ഈ മൂന്നും ഒന്നു തന്നെ. ഇവ മൂന്നും ഒരുമിച്ചനുഭവപ്പെട്ടാൽ ആ അനുഭവം മാറ്റമില്ലാത്തതും രണ്ടില്ലാത്തതുമായിരിക്കും. എന്തുകൊണ്ട്? ഗാഢമായ ആനന്ദം അനുഭവിക്കുന്നിടത്ത് പിന്നെ രണ്ടാമതൊന്നിൻ്റെ തോന്നലേ ആവശ്യമില്ല. പിന്നെ രണ്ടാമതൊന്നിൻ്റെ തോന്നലേ സാധ്യമല്ല. ഗാഢമായ ആനന്ദം അനുഭവിക്കുന്നിടത്ത് പിന്നെ രണ്ടാമതൊന്നിൻ്റെ തോന്നലേ സാധ്യമല്ല. ആനന്ദം ഗാഢമായി അനുഭവപ്പെട്ടാൽ പിന്നെ മാറ്റത്തിൻ്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? എല്ലാ മാറ്റങ്ങളും എപ്പോഴും എവിടെയും ആനന്ദത്തെ ലക്ഷ്യമാക്കുന്നവയായതുകൊണ്ട്. ആനന്ദം നേടാനുള്ള ഉപായങ്ങളാണ് മാറ്റങ്ങൾ. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഉപായങ്ങൾ വിട്ടുപോകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഒരാൾ നിരന്തര ആനന്ദ അനുഭവത്തിൽ എത്തിച്ചേർന്നാൽ അയാൾ അവിടെ മാറ്റമില്ലാതെ രണ്ടില്ലാത്തവനായി തുടരുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ വ്യക്തമായി അനുഭവപ്പെടുന്ന ഞാൻ ഈ ആനന്ദാദി ലക്ഷണങ്ങളോട് കൂടിയ ഏകനും മംഗളസ്വരൂപിയുമാണ്. പിന്നെ എന്താണ് അത് അനുഭവപ്പെടാത്തത്? അജ്ഞാനമറ കൊണ്ട് അത് അനുഭവപ്പെടുന്നില്ല, അത്രയുള്ളൂ. ആ അജ്ഞാനമറ മാറ്റാനുള്ള ഉപായമാണ് അദ്വൈത വിചാരം. അതാണ് ഇനി വിശദമായി പ്രതിപാദിക്കാൻ ഒരുമ്പെടുന്നത്. അക്ഷിദോഷാത് യഥൈകോപി ദ്വയവദ്ഭാതി ചന്ദ്രമാഃ ഏകോപ്യാത്മാ തഥാ ഭാതി ദ്വയമയ ഏകോപ്യാത്മാ തഥാ ഭാതി ദ്വയവ അദ്വയവന്മായയാ മൃഷാ. അക്ഷിദോഷാദ്യഥൈകോപി ദ്വയവദ്ഭാതി ചന്ദ്രമാഃ ഏകോപ്യാത്മാ തഥാ ഭാതി
ദ്വയവന്മായയാ മൃഷാ. ഒരിക്കൽ കൂടി വായിക്കാം. അക്ഷിദോഷാദ്യഥൈകോപി ദ്വയവദ്ഭാതി ചന്ദ്രമാഃ ഏകോപ്യാത്മാ തഥാ ഭാതി ദ്വയവന്മായയാ മൃഷാ. ഏകഃ അപി ചന്ദ്രമഃ, ചന്ദ്രൻ ഒന്നാണെങ്കിലും, യഥാ എപ്രകാരമാണോ, അക്ഷിദോഷാത് നേത്രരോഗം നിമിത്തം, ദ്വയവദ്ഭാതി രണ്ടു ചന്ദ്രന്മാർ ഉള്ളതുപോലെ തോന്നാനിടവരുന്നത്, തഥാ അപ്രകാരം, ആത്മാ ഏകഃ അപി ആത്മാവ് ഒന്നാണെങ്കിലും, മായയാ മൃഷാ മായ കൊണ്ട് വെറുതെ, ദ്വയവദ്ഭാതി രണ്ടെന്ന പോലെ തോന്നാനിടവരുന്നു. ചന്ദ്രൻ ഒന്നാണെങ്കിലും എപ്രകാരമാണോ നേത്രരോഗം നിമിത്തം രണ്ടു ചന്ദ്രന്മാർ ഉള്ളതുപോലെ തോന്നാനിട വരുന്നത്, അപ്രകാരം ആത്മാവ് ഒന്നാണെങ്കിലും മായ കൊണ്ട് വെറുതെ രണ്ടെന്ന പോലെ തോന്നാനിടവരുന്നു. ദ്വയവൻ മായയാ മൃഷാ, മായ കൊണ്ട് വെറുതെ രണ്ടെന്ന പോലെ തോന്നാനിടവരുന്നു. എന്ത്? ആത്മാവ് ആകാശത്തെയും നിറഞ്ഞു കവിഞ്ഞ് അഖണ്ഡമായി നിശ്ചലമായി വിലസുന്ന ആനന്ദബോധമാണ് ആത്മാവ്. അവനവൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഞാൻ എന്ന ബോധാനുഭവത്തെ രാഗദ്വേഷ മറ മാറ്റി തെളിച്ച് അനുഭവിക്കാമെങ്കിൽ ആർക്കും ഇക്കാര്യം ബോധ്യപ്പെടും. മായാശക്തി ആത്മാവിൽ വെറുതെ ഉണ്ടാക്കിക്കാണിക്കുന്ന ഭ്രമമാണ് രണ്ടുണ്ടെന്ന തോന്നൽ. ഏതുപോലെ? മാലക്കണ്ണ് പോലുള്ള നേത്രരോഗങ്ങൾ ബാധിച്ചവർ ഒരു ചന്ദ്രനെ പല ചന്ദ്രന്മാരായി കാണാൻ ഇടവരുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബോധം ഒരിക്കലും രണ്ടുണ്ടാകാൻ സാധ്യമല്ലെന്ന് യുക്തിക്ക് പോലും തെളിയുന്ന വസ്തുതയാണ്. അക്ഷിദോഷവിഹീനാനാം ഏകം ഏവ യഥാ ശശി മായാദോഷവിഹീനാനാം ആത്മൈവൈകസ്തഥാ സദാ. അക്ഷിദോഷവിഹീനാനാം നേത്രരോഗം ചികിത്സിച്ചു മാറിയവർക്ക് യഥാ ശശി ഏകഃ ഏവ എപ്രകാരമാണോ ചന്ദ്രൻ ഒന്നായി അനുഭവപ്പെടുന്നത്, തഥാ അപ്രകാരം മായാദോഷവിഹീനാനാം മായാദോഷം മാറിയവർക്ക് ആത്മാ ബോധരൂപനായ ആത്മാവ് സദാ ഏകഃ ഏവ സദാ സർവത്ര ഒന്നു തന്നെയാണ്. നേത്രരോഗം ചികിത്സിച്ചു മാറിയവർക്ക് എപ്രകാരമാണോ ചന്ദ്രൻ ഒന്നായി അനുഭവപ്പെടുന്നത്, അപ്രകാരം മായാദോഷം മാറിയവർക്ക് ബോധരൂപനായ ആത്മാവ് സദാ സർവത്ര ഒന്നു തന്നെയാണ്. ആത്മൈവൈകസ്തഥാ സദാ, സദാ സർവത്ര ആത്മാവൊന്നു തന്നെ. ആർക്ക്? മായാദോഷം മാറിയവർക്ക്. ഒരു യുക്തിയുമില്ലാതെ ഒന്നിനെ പലതാക്കി കാണിക്കുന്ന ഭ്രമരൂപിണിയായ വസ്തുശക്തിയാണ് മായ. ഒരു ചന്ദ്രനെ പലതാക്കി കാണിക്കുന്ന നേത്രരോഗം പോലെ. നേത്രരോഗം ചികിത്സിച്ചു മാറിയാൽ ചന്ദ്രനെ ഒന്നായിത്തന്നെ കാണാൻ ഇടവരുന്നു. അതുപോലെ മായാദോഷവും ചികിത്സിച്ചു മാറ്റണം. എന്താണ് ചികിത്സ? പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ആനന്ദബോധത്തെ ശാസ്ത്രീയമായി വിചാരം ചെയ്തറിയുന്നതാണ് ചികിത്സ. വിചാരനേത്രം ദോഷം മാറിത്തെളിഞ്ഞാൽ സദാ സർവത്ര ആനന്ദഘനമായ അഖണ്ഡബോധം അദ്വയമായി അനുഭവപ്പെടും. അദ്വൈതാനുഭവം ആഗ്രഹിക്കുന്നയാൾ അതിനായി ഗുരുവിനെയും ശാസ്ത്രത്തെയും അവലംബമാക്കി വേദാന്ത വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. 4-ാം പദ്യം. ദ്വിത്വം മാതൃക്ഷിദോഷേണ ചന്ദ്രേ സ്വേ മായയാ ജഗത് ദ്വിത്വം മൃഷാ യഥാ ചന്ദ്രേ മൃഷാ ദ്വൈതം തഥാത്മനി. ചന്ദ്രേ ചന്ദ്രനിൽ അക്ഷിദോഷേണ നേത്രരോഗം കൊണ്ടാണ് ദ്വിത്വം ഭാതി രണ്ടുണ്ടെന്ന് തോന്നുന്നത്. സ്വേ ആത്മാവിൽ മായയാ ജഗത് അതുപോലെ മായ കൊണ്ട് ജഗത്തുള്ളതായി തോന്നുന്നു. യഥാ എപ്രകാരമാണോ ചന്ദ്രേ ദ്വിത്വം മൃഷാ രണ്ടിൻ്റെ തോന്നൽ ചന്ദ്രനിൽ ഇല്ലാത്തത്, തഥാ അപ്രകാരം ആത്മനി ദ്വൈതം മൃഷാ ബോധാത്മാവിൽ ദ്വൈതവും ഇല്ലാത്തതാണെന്നറിയേണ്ടതാണ്.
ചന്ദ്രനിൽ നേത്രരോഗം കൊണ്ടാണ് രണ്ടുണ്ടെന്ന് തോന്നുന്നത്. ആത്മാവിൽ അതുപോലെ മായ കൊണ്ട് ജഗത്തുള്ളതായി തോന്നുന്നു. എപ്രകാരമാണോ രണ്ടിൻ്റെ തോന്നൽ ചന്ദ്രനിൽ ഇല്ലാത്തത്, അപ്രകാരം ബോധാത്മാവിൽ ദ്വൈതവും ഇല്ലാത്തതാണെന്ന് അറിയേണ്ടതാണ്. മൃഷാദ്വൈതം തഥാത്മനി. ബോധാത്മാവിൽ ദ്വൈതമുണ്ടെന്ന് തോന്നുന്നത് വെറുതെയാണ്. എന്തുകൊണ്ട്? ബോധം എല്ലായിടത്തും ബോധം തന്നെയാണ്. അനുഭവതലത്തിൽ ഒരിക്കലും ഒരിടത്തും ബോധം ബോധമല്ലാതാകുന്നില്ല. പിന്നെ ബോധത്തെ പലതാക്കി കാണിക്കുന്നത് ജഡദേഹങ്ങളാണ്. ജഡമുണ്ടെന്നാർക്കും തെളിയിക്കാൻ സാധ്യമല്ല. ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നുണ്ടാകുന്നു? ബോധവും ജഡവും പ്രകാശവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളായ പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിൽ നിന്നുണ്ടാകുന്നുവെന്നോ ഒന്ന് മറ്റൊന്നിൽ നിലനിൽക്കുന്നുവെന്നോ കരുതാൻ സാധ്യമല്ല. അപ്പോൾ ജഡം ഉണ്ടെന്ന് അനുഭവപ്പെടുന്നതോ? അതാണ് പറഞ്ഞത് മായാദോഷം കൊണ്ട് വെറുതെ തോന്നുന്നതാണെന്ന്. ഉണ്ടെന്ന് സ്വയം അനുഭവമുള്ളതുകൊണ്ട് വസ്തുബോധാത്മാവ് മാത്രം. ഉണ്ടെന്ന് സ്വയം അനുഭവമില്ലാത്ത ജഡമാകട്ടെ ബോധത്തിൽ തോന്നുന്ന വെറും മായാഭ്രമം. ചന്ദ്രനിൽ രണ്ടുണ്ടെന്ന് തോന്നുന്നത് ഇല്ലാതെ തോന്നുകയല്ലേ? അതുപോലെ ബോധത്തിൽ ഇല്ലാതെ തോന്നുന്ന കാഴ്ചയാണ് ജഡം. ജഡമേ ഇല്ലെങ്കിൽ പിന്നെ ജഡദേഹങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന ദ്വൈതം എവിടെ നിൽക്കാനാണ്? അതുകൊണ്ട് അദ്വൈത ബോധം മാത്രമാണ് സത്യം. ബോധത്തിൻ്റെ ഈ അഖണ്ഡ അദ്വയസ്ഥിതി ബോധത്തിലെ ആദ്യത്തെ ഭ്രമരൂപമായ ആകാശത്തിൽ തന്നെ കാണുവാനുണ്ടല്ലോ. ആ നിലയ്ക്ക് ബോധം അഖണ്ഡാദ്വയമാണെന്ന കാര്യത്തിൽ ഇനി എന്ത് സംശയിക്കാനിരിക്കുന്നു? 5-ാം ശ്ലോകം. ആത്മനഃ കാര്യമാകാശോ വിനാത്മാനം ന സംഭവേത് കാര്യസ്യ പൂർണ്ണതാ സിദ്ധാ കിം പുനഃ പൂർണ്ണതാത്മനഃ. ആത്മനഃ കാര്യം ആകാശഃ. ആത്മാവിലെ വിവർത്ത കാര്യമാണ് ആകാശം. ആത്മാനം വിനാ, ആത്മാവിലല്ലാതെ ന സംഭവേത്, അത് സംഭവിക്കുക വയ്യ. കാര്യസ്യ, കാര്യമായ ആകാശത്തിന് തന്നെ പൂർണ്ണതാ സിദ്ധ, പൂർണ്ണത കാണപ്പെടുന്നു. കിം പുനഃ ആത്മനഃ പൂർണ്ണത. ആ നിലയ്ക്ക് കാരണമായ ആത്മാവ് പൂർണ്ണമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ടോ? ആത്മാവിലെ വിവർത്ത കാര്യമാണ് ആകാശം. ആത്മാവിലെ വിവർത്ത കാര്യമാണ് ആകാശം. ആത്മാവിലല്ലാതെ അത് സംഭവിക്കുക വയ്യ. കാര്യമായ ആത്മാവിനു തന്നെ പൂർണ്ണത കാണപ്പെടുന്നു. ആ നിലയ്ക്ക് കാരണമായ ആത്മാവ് പൂർണ്ണമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ടോ? കിം പുനഃ പൂർണ്ണതാത്മനഃ. ആത്മാവിൻ്റെ പൂർണ്ണത എടുത്തു പറയേണ്ടതില്ല. എന്തുകൊണ്ട്? ആത്മാവിലെ കാര്യമായ ആകാശം തന്നെ, ആത്മാവിലെ കാര്യമായ ആകാശം തന്നെ പൂർണ്ണമായി കാണപ്പെടുന്നത് കൊണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. ആത്മാവിൻ്റെ പൂർണ്ണത എടുത്തു പറയേണ്ടതില്ല. എന്തുകൊണ്ട്? ആത്മാവിലെ കാര്യമായ ആകാശം തന്നെ പൂർണ്ണമായി കാണപ്പെടുന്നത് കൊണ്ട്. ആകാശം ബോധാത്മാവിലെ വിവർത്ത കാര്യമാണ്. അതെങ്ങനെ അറിയാം? ആകാശം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാലോചിച്ചാൽ ഒരു നിമിഷം കൊണ്ടറിയാം. ആകാശത്തിന് എവിടെ നിൽക്കാൻ കഴിയും? ആകാശമുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൽ, അല്ലാതെ അത് മറ്റെവിടെ നിൽക്കും? അതുകൊണ്ട് ആകാശം ബോധത്തിലെ വിവർത്ത കാര്യമാണ്. കാരണത്തിന് ഒരു മാറ്റവും വരാതെ അതിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചയാണ് വിവർത്ത കാര്യം. മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ
കാര്യമായ ഈ ആകാശം പോലും പൂർണ്ണമാണ്. കാര്യമായ ഈ ആകാശം പോലും പൂർണ്ണമാണ്. അത് അഖണ്ഡമാണ്, നിശ്ചലമാണ്, അദ്വയമാണ്. ഈ നിലയ്ക്ക് ആകാശത്തിനും കാരണമായി വർത്തിക്കുന്ന ബോധം പൂർണ്ണവും അഖണ്ഡവും നിശ്ചലവും അദ്വയവുമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ടോ? ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.